22ാമത്തെ പേജ് എത്തി. അപ്പോൾ അധ്യാസത്തിന്റെ ലക്ഷണം, പ്രമാണം, സംഭാവന. ലക്ഷണം, സംഭാവന, പ്രമാണം. ലക്ഷണം പറഞ്ഞു പരത്ര പരാഭാസ, മറ്റൊരിടത്ത് മറ്റൊന്ന് ഉപാസിക്കുകയാണ്. ഇതിലെ ആദ്യ അധ്യാസമായിരിക്കുന്ന അവിദ്യ ചിത്ത് അധ്യാസം, അവിടെ എവിടെയാണ് അധ്യസിക്കപ്പെട്ടത്? അവിദ്യയും ചൈതന്യം തമ്മിൽ അധ്യാസ സ്ഥലത്ത് ആരെവിടെ അധ്യസിക്കപ്പെട്ടത്? ആത്മാവില്. ആത്മാവില് എന്തധ്യസിച്ചു? അവിദ്യ. തല തിരിച്ചധ്യാസമില്ല, അവിദ്യയില് ആത്മാവിന്റെ അധ്യാസമില്ല, പരസ്പരം അധ്യസിക്കുന്നുണ്ട്. പരസ്പര അധ്യാസത്തെ മനസ്സിലാക്കിക്കോളണം. എന്ന് പറഞ്ഞാല് ചേതനിൽ കൽപ്പിതമായിരിക്കുന്ന അവിദ്യയിലേക്ക് ചേതനന്റെ അധ്യാസം നടക്കുകയാണ്, അല്ലേ? അങ്ങനെയും പറയും. കാരണം ഇവ രണ്ടും ഭിന്ന ഭിന്നമായിട്ടിരിക്കത്തില്ല. കയറും സർപ്പവും ഭിന്ന ഭിന്നമായിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരു കയറും മറ്റൊരു സർപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചേതനൻ വേറെയും ജഡം വേറെ ആയിട്ടിരിക്കത്തില്ല. എപ്പോഴും സംസൃഷ്ടമായിരിക്കുന്ന അവസ്ഥ വരുന്നത്. കാരണം ഇത് അനാദി അധ്യാസം നേരിടുന്നുണ്ട്. ഇതിനുള്ളൊരു ദൃഷ്ടാന്തമായിരുന്നു നമ്മൾ മുമ്പ് കൊടുത്തത്. ഏതായിരുന്നു ഇത്? ഈ സമാനതയ്ക്ക് ഒരു ദൃഷ്ടാന്തം കൊടുത്തത് മുമ്പ് പൂർവപക്ഷി ചോദിച്ചിരുന്നു, ഭിന്നമായിട്ട് കാണാത്തത് കൊണ്ട് അധ്യസിക്കാൻ പാടില്ലല്ലോ. അന്നപ്പോ എന്താ ദൃഷ്ടാന്തം പറഞ്ഞേ? അഗ്നിയും അയോഗോളവും തമ്മിലെ ദൃഷ്ടാന്തം പറഞ്ഞു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇത് ചില ഉപനിഷത്ത് ഭാഗങ്ങളിൽ പറയും, ഈ നമ്മളൊരു വിറക് കത്തിച്ച് അതിൽ തീ എങ്ങോട്ട് പോകും? എന്നിട്ട് പറയും സാമാന്യ വന്യയിലേക്ക് ലീനമായി പോകുന്നു പറയും. ഈ സാമാന്യ വന്യം നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അധ്യസ്ഥ മാത്രമാണ്. അതായത് വിറകിലാണെങ്കിലും അയോഗോളകത്തിലാണെങ്കിലും നമ്മൾ കാണുന്ന വന്യ എന്നുള്ളത് അവിടെ അധ്യസിച്ചിരിക്കുന്ന സംബന്ധിതമായിരിക്കുന്ന വന്യ മാത്രമേ കാണത്തുള്ളൂ. കേവല വന്യ കാണത്തില്ല. ठीक അപ്പൊ താതാത്മ്യം പ്രാപിച്ച വന്യ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. താതാത്മ്യം പ്രാപിക്കാത്ത വന്യ കിട്ടത്തില്ല. അത് ഏതുപോലെ ആത്മാവിലെ ആത്മാനാത്മാ അധ്യാസം നടക്കുന്ന സ്ഥലം പോലെ. അവിടുന്ന് ഇങ്ങോട്ടാ ദൃഷ്ടാന്തം കൊടുക്കുക. ആത്മാനാത്മാവിന്റെ അധ്യാസം എങ്ങനെ കാണുന്നു വെച്ചു കഴിഞ്ഞാൽ അയോഗോളകത്തിലെ വന്യയുടെ ദർശനം പോലെ എന്ന് പറഞ്ഞാൽ അധ്യാസം പോലെ കാണപ്പെടാം. അവിടെ ശുദ്ധവന്യെ കാണത്തില്ല, അധ്യസിക്കപ്പെട്ട വന്യെ കാണത്തുള്ളൂ. നിങ്ങളുടെ മറ്റു സ്ഥലത്ത് പറയും സ്ഫടികത്തില് രക്തപുഷ്പം സന്നികൃഷ്ടമല്ല എങ്കിൽ ആ സ്ഫടികത്തിലും കൽപ്പിതമായിരിക്കുന്ന ഒരു രക്തിമയുടെ ഉത്പത്തി മാനിക്കാം എന്ന അഭിപ്രായമുണ്ട്. അത് സമാനെടുത്ത് കൂടെ കൊണ്ടുവച്ചാൽ മതി. ഇവിടെയും അയോഗോളകത്തിലെ ഉത്പന്നമായിരിക്കുന്ന വന്നി അത് പ്രാതിഭാസിക വന്യാണ്, കൽപ്പിത വന്യാണ്. വാസ്തവ വന്യ നമ്മൾ കാണത്തില്ല, സംസൃഷ്ട വന്യ നമ്മൾ കാണത്തുള്ളൂ. അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ പ്രമാണ പ്രശ്നവും കഴിഞ്ഞു വന്നു. അല്ല, 21 കഴിഞ്ഞു. 22ാമത്തെ പേജിൽ നോക്കിയോ. അഹമിതി അധ്യാസസ്യ പ്രമാത്രാന്തർഗതത്വേന അദോഷത്വാത് അവിദ്യാവത് ആശ്രയാണി പ്രമാണ്യാന്യേവേദി യോജന. നിങ്ങൾ 20ാമത്തെ പേജിൽ 6ാമത്തെ പങ്ക്തിയിൽ കാണായിരുന്നു. യദ്വാ അവിദ്യാവത് വിഷയാണി കഥം പ്രമാണാനി സ്യുഹു. ഭാഷ്യകാരൻ പറഞ്ഞു അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദി പ്രമാണാനി ശാസ്ത്രാണിച്ച. അവിദ്യാവാനായിരിക്കുന്നത് എന്ന് പറഞ്ഞാല് അധ്യാസം ഉള്ളിടത്ത് മാത്രമാണ് പ്രമാണാദികൾ ഇരിക്കുന്നത്, ചക്ഷുരാദി പ്രമാണങ്ങൾ ഇരിക്കുന്നത്. അവിടെയാണ് ചക്ഷുരാദി പ്രമാണം ഇരിക്കുന്നത് കൊണ്ട് പ്രമാതാവിൽ പ്രമാതൃത്വം പോലും വന്നു ചേരുന്നത്. അന്നപ്പോഴാണ് പൂർവക്ഷി ചോദിച്ചത് അവിദ്യാവാനിലിരുന്നാൽ എങ്ങനെയാണ് പ്രമാണങ്ങളാവുക എന്ന്. അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അഹമിതി അധ്യാസസ്യ, അഹം എന്നുള്ള അധ്യാസവും പ്രമാത്രാന്തർഗതത്വേന അദോഷത്വാത്, അത് പ്രമാതാവിന്റെ സ്വരൂപത്തിലാണ് അഹം എന്നിരിക്കുന്നത്. ഇത് ശരിക്ക് സാക്ഷിയുടെ ഭാനം 2 വിധത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജാഗ്രത സ്വപ്നങ്ങളിലെ ഭാനവും അല്ലെങ്കിൽ ജാഗ്രതയിലെ ഭാനവും സ്വപ്ന സുഷുപ്തിയിലെ ഭാനവും വ്യത്യാസമുണ്ട്. ഒരു കണക്കിന് 3 സ്ഥലത്തുള്ള ഭാനത്തിന് വ്യത്യാസമുണ്ട്. അതായത് ജാഗ്രത കാലത്ത് ഇന്ദ്രിയ മനാദിയുക്തമായി കൊണ്ട് വിഷയത്തെ ഗ്രഹിക്കുന്ന സാക്ഷിയാണ് ഉണ്ടാവുക. സ്വപ്നകാലത്ത് ഇന്ദ്രിയങ്ങളില്ലെങ്കിലും മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കുമ്പോൾ താദൃശ വിഷയത്തെ ഗ്രഹിക്കുന്ന സാക്ഷിയാണുള്ളത്. സുഷുപ്തി സ്ഥലത്ത് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അവിദ്യയിൽ ലീനമായിട്ട് ആ അവിദ്യയും ചേതനും മാത്രമാണ് സുഷുപ്തി കാലത്തിരിക്കുന്നത്. അവനാണ് സാക്ഷി സ്വരൂപൻ. ठीक है.
അവിദ്യായുക്ത ചൈതന്യമായിരിക്കുന്ന സാക്ഷി സുഷുപ്തിയിലിരിക്കുന്ന സമയത്ത് അവൻ അവിദ്യയെ പ്രകാശിപ്പിക്കുന്നുണ്ട്, പ്രകാശിപ്പിക്കുന്നില്ല എന്നല്ല. അതുകൊണ്ടാണ് അവിദ്യയെ നമ്മൾക്ക് തിരിച്ചു വന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്ന് ഉള്ളത്. അതിന്റെ സ്മരണമാണിത്. വാസ്തവത്തിൽ സുഷുപ്തി സ്ഥലത്ത് രണ്ട് വിധ അവിദ്യയുണ്ട്, സ്ഥൂലാവിദ്യയും മൂലാവിദ്യയുണ്ട്. സ്ഥൂലാവിദ്യയെ നമ്മൾക്ക് സുഷുപ്തിയിൽ അനുഭവിച്ച ശേഷം ആ അനുഭവം നഷ്ടപ്പെട്ട് സംസ്കാരമായി കഴിഞ്ഞാൽ പിന്നെ സ്മരിക്കാൻ പറ്റും. ആ സ്മരണമാണ് നമ്മൾ ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നുള്ള സ്ഥലത്ത് സ്മരിക്കുന്നത്. അല്ലാതെ മൂലാവിദ്യയെ സ്മരിക്കാൻ പറ്റത്തില്ല. കാരണം മൂലാവിദ്യയുടെ അനുഭവം നഷ്ടപ്പെട്ടിട്ട് സംസ്കാരമായിട്ടില്ല. അനുഭവത്തിന്റെ നാശം നടക്കുമ്പോൾ സംസ്കാരമാകത്തുള്ളൂ. സംസ്കാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സംസ്കാരത്തിൽ നിന്ന് ജന്യജ്ഞാനം സ്മൃതി എന്ന് നമ്മൾക്ക് ജാഗ്രത കാലത്ത് സ്മരിക്കാൻ പറ്റത്തുള്ളൂ. ഏതിനെ? സുഷുപ്തിയിലെ അനുഭവത്തെ. പക്ഷേ മൂലാവിദ്യയുടെ അനുഭവം നഷ്ടപ്പെടുന്നില്ല. ആർക്ക്? അജ്ഞാനിക്ക്. അതുകൊണ്ട് തന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോഴും മൂലാവിദ്യയുടെ സ്മരണ നടക്കത്തില്ല, അനുഭവമേ നടക്കും. അപ്പൊ മൂലാവിദ്യയുടെ അനുഭവം എന്നുള്ളതാണ് സാക്ഷി അനുഭവം. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി സമയത്ത് സമാനമാണ്. പിന്നെ സ്മരിക്കാൻ പറ്റുന്ന ഇത് മാത്രം എന്താണ് ഈ ജാഗ്രത സ്വപ്ന കാലത്തും കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതായിരിക്കുന്ന വസ്തുക്കളുടെ ജ്ഞാനമുണ്ട്. ഈ ഒരു ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സുഷുപ്തി സമയത്ത്. അതിനെയാണ് നമ്മൾ തൂലാവിദ്യ എന്ന് പറയുന്നത്. അത് വീണ്ടും ആ തൂലാവിദ്യയുടെ അനുഭവം പിന്നെ നഷ്ടപ്പെടുന്നതാണ് ജാഗ്രത കാലത്ത്. അന്നപ്പോഴാണ് നമുക്ക് അതിനെ സ്മരിക്കാൻ പറ്റുന്നത്. ठीक है. അന്നപ്പോൾ ജാഗ്രത കാലത്ത് ഈ സാക്ഷി പ്രമാതാവിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടിന്റെയും പ്രകാശം ഉണ്ടാവും, പ്രമാതാവിന്റെയും പ്രകാശം ഉണ്ടാവും, സാക്ഷിയുടെയും പ്രകാശം ഉണ്ടാവും. ഈ സമയമാണ് നമ്മൾ അഹം എന്ന് അഭിമാനിക്കുന്ന സ്ഥലം. ഇപ്പോൾ ജാഗ്രതയില് അഭിമാനമുള്ള സ്ഥലം. അഹമായിരിക്കുന്ന സാക്ഷി സ്വപ്നത്തിലും ജാഗ്രതയിലും സുഷുപ്തിയിലും ഒരേപോലെ. പക്ഷെ പ്രമാതാവ് കൂടെ നിന്ന് സാക്ഷി പ്രകാശിക്കുന്ന സ്ഥലമാണ് ജാഗ്രത. അപ്പോൾ അഹം എന്ന് ഉച്ചരിക്കുന്ന നേരം അഹം എന്നുള്ളത് സാക്ഷി കൂടെ പ്രകാശിക്കുമ്പോൾ അഹത്തിന്റെ പ്രകാശം കൂടെ വരുന്നത്. കേവല സാക്ഷി പ്രകാശിക്കുന്ന സ്ഥലത്ത് അഹം പ്രകാശിക്കുന്നുണ്ട്, അത് സാക്ഷി സ്വരൂപ പ്രകാശമാണ്. വിഷയരൂപത്തിൽ അഹം പ്രകാശിക്കത്തില്ല. അവിടെ വിഷയരൂപത്തിൽ അഹം പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് പ്രമാതാവിനാൽ അന്ധക്കരണം എന്നുള്ള അഹങ്കാരം പ്രകാശിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പറയാണ് അഹമിതി അധ്യാസസ്യ പ്രമാത്രാന്തർഗതത്വേന, അഹം എന്നുള്ള അധ്യാസം പ്രമാതാവിന്റെ രൂപത്തിൽ അന്തർഗതമായതിനാൽ അദോഷത്വാ, അതൊരു ദോഷമല്ല. ठीक, അഹം എന്നുള്ള അധ്യാസം ഒരു ദോഷമായിട്ട് മാറത്തില്ല. ഇനി അവിദ്യാവദാശ്രയാണ്യപി പ്രമാണ്യാന്യവേദി യോജന. അവിദ്യാവാനായിരിക്കുന്നേ, കാരണം ഈ അഹം എന്നുള്ള അധ്യാസം നടക്കണമെങ്കിൽ അവിദ്യ വേണം. അപ്പൊ അവിദ്യാവാനിലാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ഇരിക്കുന്നത്. എന്നിട്ടും അതൊരു ദോഷമായി മാറരുത്. ഏത്? അവിദ്യയും ദോഷമല്ല. അടുത്ത ചന്ദ്രൻ ടെസ്റ്റിൽ പറയും അവിദ്യ ഒരു ദോഷമല്ല. അതേപോലെ അവിദ്യാവധി വിഷയങ്ങൾ എങ്ങനെയാണ് പ്രമാണങ്ങളാവുന്നതെന്നാ. ഇനി നമുക്ക് കാണേണ്ടത് അവിദ്യ ഒരു ദോഷമാണോ എന്നുള്ളതാണ്. സതി പ്രമാതരി പശ്ചാത് ഭവൻ ദോഷ എത്തിച്ചതേ യഥാ കാജാതി. സതി പ്രമാതരി, പ്രമാതാവിരിക്കുമ്പോൾ, ഇതൊരു സതിസപ്തമി പ്രയോഗമാണ്. സപ്തമിക്ക് നമുക്ക് മുഖ്യമായിട്ട് മൂന്നർത്ഥം എടുക്കാം. അഭിവ്യാപക സപ്തമി, വിഷയ സപ്തമി, അധികരണ സപ്തമി. അതല്ലാതെയും അർത്ഥം കിട്ടാറുണ്ട്, അത് മുഖ്യമേ ഉള്ളൂ. ഇതാണ് സതിസപ്തമി പ്രയോഗം വന്നിരിക്കുന്നത്. സതി പ്രമാതിരി, പ്രമാതാവിരിക്കുമ്പോൾ ഞാൻ പോകുന്ന വഴി അവനെ കണ്ടു എന്നെങ്ങനെ പറയും? ആ ഗച്ചാമി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന അർത്ഥം കിട്ടും. ഓക്കെ, പോകുന്ന വഴി അവനെ കണ്ടു. ഇവിടെ നമ്മൾ സതിസത്വം പ്രയോഗിക്കും. ഗച്ഛതി സതി, പോകുമ്പോൾ. സതി പ്രമാതരി, പ്രമാതാവിരിക്കുകയാണ്. പശ്ചാത് ഭവൻ ദോഷ എത്തിച്ചത്, പിന്നീട് ഭവിക്കുന്നതിനെയാണ് ദോഷം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഏതുപോലെ? യഥാ എപ്രകാരം? കാജാതി, തിമിരാദി ദോഷങ്ങള്. പ്രമാതാവ് സമ്പന്നമായി കഴിഞ്ഞാൽ, അതായത് സുഷുപ്തിയിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ ഒരു പ്രമാതാവ് സിദ്ധമായി കഴിഞ്ഞാല് പ്രമാതാവിനെ സംബന്ധിച്ച് ഭ്രമം ജനിക്കുന്ന സമയത്ത്, ദൃഷ്ടാന്ത സ്ഥലമാണ്, ചന്ദ്രന് ദ്വിചന്ദ്രാദി ദർശനം നടത്തേണ്ട സമയത്ത്, നടന്നു പോകുന്ന സമയത്ത് അവിടെ തിമിരാദി ദോഷങ്ങൾ കാരണമായി മാറും. അപ്പോൾ പ്രമാതാവിന് നമ്മൾക്കൊരു ദോഷകോടിയിൽ വെക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അന്നപ്പോഴാണ് ഇനി അന്വയിക്കേണ്ടത് പൂർവ്വത്തിലുള്ളത്. പ്രമാതാവിരിക്കുമ്പോൾ, അതല്ലേ അവിദ്യാവതിഷയാണ്. അവിടെ അവിദ്യാവതിഷയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് പ്രമാത. പ്രമാതാവിലെ പ്രമാതൃത്വം ഒരു ദോഷമായി മാറുന്നില്ല. പ്രമാതാവ് സിദ്ധമായ ശേഷം മാത്രമേ ഉള്ള വസ്തുവിനെ ദോഷമായിട്ട് മാനിക്കത്തുള്ളൂ. അന്നപ്പോൾ പിന്നെ പ്രമാതാവിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് ദോഷവത്ത് യുക്തങ്ങളായതിനാൽ
അത് പ്രമാണങ്ങൾ എങ്ങനെയാവും എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ പ്രമാതൃത്വം എങ്ങനെ സിദ്ധിച്ചു? അവിദ്യ ഇരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് അവിദ്യ ഇരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റി? അഹം എന്നുള്ള അധ്യാസം സംഭവിച്ചു. അഹം എന്നുള്ള അധ്യാസം എന്നുള്ളത് പ്രമാതാവിന്റെ ഭാഗത്താ പെടുക. മുമ്പുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാട്ടോ. ആദ്യം പറഞ്ഞത് അഹമിദ്യ അധ്യാസസ്യ പ്രമാദാന്തർഗതത്വാദിന അദോഷത്വാദിന. അഹം എന്നുള്ള അധ്യാസം ഒരു ദോഷമായി മാറുന്നില്ല, കാരണം പ്രമാതാവിന്റെ അന്തർഗതമാണ്. പ്രമാതാവ് സിദ്ധിച്ച ശേഷം മാത്രമേ വന്നു ചേരുന്ന വസ്തുക്കളെ നമുക്ക് ദോഷം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് തിമിരാദികളെ. അപ്പോൾ ഈ പ്രമാതൃത്വം സിദ്ധിക്കുന്നത് പോലും അധ്യാസമുള്ള സമയത്താണ്, അല്ലെ? അപ്പോൾ അഹം എന്നുള്ള അധ്യാസവും പ്രമാതാവിന്റെ സ്വരൂപത്തിൽപ്പെട്ടത് കൊണ്ട് പ്രമാതാവിന്റെ സ്വരൂപം സിദ്ധിച്ച ശേഷം മാത്രമേ മറ്റൊരു വസ്തു ദോഷമായി ഭവിക്കത്തുള്ളൂ എന്നുള്ളതിനാൽ ഇവിടെ ഇരിക്കുന്ന അഹം എന്നുള്ള അധ്യാസം കൊണ്ട് നമ്മൾക്ക് ആ അഹം എന്നുള്ള അധ്യാസം നേരിടുന്ന പ്രമാതാവിലെ ഇന്ദ്രിയങ്ങൾ ദോഷവത് വിഷയാണി എന്ന് പറയാൻ പറ്റത്തില്ല. അവിദ്യാവത് വിഷയാണി എന്നുള്ളത് കൊണ്ട് പ്രമാണങ്ങളല്ലാതെ പോകത്തില്ല എന്നർത്ഥം. അവിദ്യാതു പ്രമാതരാന്തർഗതത്വാദിന ദോഷ. അവിദ്യയും ഒരു ദോഷമല്ല, കാരണം പ്രമാതാവിന്റെ അന്തർഗതമാണ്. പ്രമാതാവ് സിദ്ധിച്ച ശേഷം മാത്രം സിദ്ധിക്കപ്പെടുമ്പോൾ മാത്രമേ ദോഷമായി ഭവിക്കാൻ പറ്റത്തുള്ളൂ. ഏന പ്രത്യക്ഷാദീനാം അപ്രാമാണ്യം ഭവേദിതി ഭാവ. ഏന എന്നുള്ളത് ഒരു വാക്യ എന്നുള്ള ശൈലിയാണ്. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഏനക്ക് ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അവിദ്യ ഒരു ദോഷമായിരുന്നു എങ്കിൽ പ്രത്യക്ഷാദീനം അപ്രാമാണ്യം ഭവേത്. പ്രത്യക്ഷാദി പ്രമാണങ്ങളെല്ലാം അപ്രാമാണ്യങ്ങളായി പോയേനെ. പക്ഷെ അവിദ്യ ഒരു ദോഷമല്ല. എന്തുകൊണ്ട് അവിദ്യ ദോഷമല്ലാത്തത്? അവിദ്യ പ്രമാതാവിന്റെ അന്തർഭവിക്കും. അതേപോലെ അവിദ്യ ഇരിക്കുന്നത് കൊണ്ടുള്ള അഹം എന്നുള്ള അധ്യാസവും, ആദ്യ പങ്ക്തി, ഇന്നത്തെ ആദ്യത്തെ പങ്ക്തി, അഹം എന്നുള്ള അധ്യാസവും പ്രമാദാന്തർഗതമായി മാറി. പ്രമാതാവ് സിദ്ധിച്ച ശേഷം സിദ്ധിക്കപ്പെടുന്നത് മാത്രമേ ദോഷമാകത്തുള്ളൂ. അതുകൊണ്ട് ദോഷമായിരിക്കുന്ന കാജാദികൾ സിദ്ധിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ സിദ്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങൾ അപ്രമാണങ്ങളാവത്തില്ല എന്നർത്ഥം. എന്ത് ചെയ്യാനാ മക്കളെ? നമ്മളെ ആചാര്യന്മാരിങ്ങനെ വളച്ചിട്ട് അന്വേഷിക്കത്തുള്ളൂ. ഈ ഒരു ശൈലിയൊന്നും ലോകത്ത് നമ്മൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് മാത്രം. ലോജിക്ക് കൈകാര്യം ചെയ്ത ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത് പോവാം. നനു യദുക്തം അന്യവ്യതിരേകാഭ്യാം വ്യവഹാരോ അധ്യാസ കാര്യം ഇതി തദയുക്തം വിദുഷാം അധ്യാസഭാവേപി വ്യവഹാര ദൃഷ്ടേരിതി അതാഹ. പൂർവക്ഷി പ്രസംഗം അവതരിപ്പിക്കുകയാണ്. നനു യദുക്തം, ഏതെന്നാണോ നിന്നാൽ പറയപ്പെട്ടത്, നീ പറഞ്ഞത്. എന്താ പറഞ്ഞത് സിദ്ധാന്തി? അന്യവ്യതിരേകാഭ്യാം, അന്യയും വ്യതിരേകം. ഈ അന്യവ്യതിരേകത്തിന്റെ അർത്ഥം എന്താ? അന്യം എന്ന് പറഞ്ഞാൽ സംബന്ധം, വ്യതിരേകം എന്ന് പറഞ്ഞാൽ അഭാവം. സംബന്ധം എന്ന് പറഞ്ഞാല് യസ് സത്വേ തത്സത്വം. അതായത് ഘട്ടം പ്രതി കാരണമാണ് കപാലം അല്ലെങ്കിൽ മൃത്ത്. ഇതെങ്ങനെ സിദ്ധിക്കും? മൃത്തിരിക്കുമ്പോഴേ ഘടം ഇരിക്കത്തുള്ളൂ, മൃത്തില്ലെങ്കിൽ ഘടം ഇരിക്കത്തില്ല. അതുകൊണ്ട് അന്യം എന്ന് പറയുന്ന അർത്ഥം സംബന്ധം എന്ന് പറഞ്ഞാല് മൃത്തിരിക്കെ ഘടം ഇരിക്കുന്നു, ഇതാണ് സംബന്ധം. വ്യതിരേകം എന്ന് പറഞ്ഞാൽ അഭാവം എന്ന് പറഞ്ഞാല് മൃത്തിരിക്കുന്നില്ലെങ്കിൽ ഘടം ഇരിക്കത്തില്ല. ഇപ്രകാരം അന്യവ്യതിരേകത്താൽ നമ്മൾക്ക് ഒരു ഘടത്തിന് ഈ മണ്ണ് കാരണമാണ് സിദ്ധിക്കാം. ഇനി അസതി ബാധകേ തത് സാമാന്യോരഭി എന്ന് പറയും. ഒരു ഇടത്ത് കാര്യകാരണ ഭാവം നമ്മൾ സിദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി അതിനെ ബാധിക്കാൻ മറ്റു കാരണങ്ങളില്ലെങ്കിൽ അവ സാമാന്യത്തിലേക്ക് അന്വയിക്കപ്പെടും. അപ്പോൾ ഘടസാമാന്യം പ്രതി എന്ന് പറഞ്ഞാൽ സകല ഘടം പ്രതി സകല മണ്ണും കാരണമാകും. അപ്പൊ ചോദിക്കും, എന്റെ വീട്ടിലെ പറമ്പിലെ മണ്ണ് അതുകൊണ്ട് ഘടം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാരണത്വത്തെ തന്നെ രണ്ടാക്കി മാറ്റും. ठीक है. ഫലോപദായകത്വം എന്നുള്ളത് ജനകത്വം എന്നർത്ഥം. അതല്ലാതെ കാരണതാവച്ഛേദക ധർമ്മവത്വവും കാരണമായി മാറും. ഞാനിപ്പോൾ കുറച്ച് പറയുന്നുള്ളൂ. ഇതിനെ നമുക്ക് വേണ്ട സമയത്ത് ഡീറ്റെയിൽ ചെയ്യാം. എടുത്തു വെക്കുക തലയിലേക്ക്. സ്വരൂപ സത്വം ഫലോപദായകത്വം എന്ന് രണ്ടാക്കി മാറ്റും. സ്വരൂപേണ കാരണം വേണമെങ്കിൽ ഈ മൃത്തിൽ നിന്ന് ഘടം ഉണ്ടാക്കാം. എന്നപ്പോൾ അന്യവ്യതിരേകത്താൽ നീ എന്താ പറഞ്ഞത്? വ്യവഹാരം അധ്യാസ കാര്യമാണെന്ന് പറഞ്ഞു. വ്യവഹാരോ അധ്യാസ കാര്യം ഇതി തദയുക്തം. അപ്പം അധ്യാസത്തിന്റെ കാര്യമാണ് വ്യവഹാരം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? വ്യവഹാരത്തെ ഹേതുവാക്കിയിട്ട് എന്ത് സിദ്ധിച്ചു? അതിന്റെ കാരണമായിരിക്കുന്ന അധ്യാസത്തെ നമ്മൾ എടുത്ത് സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണല്ലോ അധ്യാസം ഉണ്ട് എന്ന് നമ്മൾ സിദ്ധിച്ചത്. ഇതൊന്നും ശരിയല്ലെന്നാ പറയുന്നത്.
എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വിദുഷാം അധ്യാസ അഭാവേപി. ജ്ഞാനിക്ക് അധ്യാസം ഉണ്ടോ? ഇല്ല. ജ്ഞാനിക്കും കൂടി അധ്യാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ബ്രഹ്മജ്ഞാനം? വിദുഷാമപി വിദുഷാം അധ്യാസാഭാവേ അധ്യാസാഭാവേപി വ്യവഹാര ദൃഷ്ടേരിതി. വിദ്വാനെ സംബന്ധിച്ച് അധ്യാസം ഇല്ലാഞ്ഞിട്ടും വ്യവഹാരം കാണുന്നുണ്ടല്ലോ. ഇതാരാ പറയുന്നത്? പൂർവപക്ഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പൂർവപക്ഷി സിദ്ധാന്തിയോട് ചോദിക്കും, നീ സമ്മതിക്കുവോ വിദ്വാന് അധ്യാസം ഉണ്ടെന്ന്? ഇല്ല. അധ്യാസം ഇല്ലല്ലോ. ഇല്ല. എന്നിട്ടും വ്യവഹാരം കാണുന്നില്ലേ? അങ്ങേര് ഭിക്ഷാടനം നടത്തുന്നില്ലേ? നടത്തുന്നുണ്ട്. അങ്ങേര് അധ്യാപനം നടത്തുന്നില്ലേ? നടത്തുന്നുണ്ട്. എന്ത് ചെയ്യും? യാജ്ഞവൽക്യൻ എത്രയാ പശുവിനെ കിട്ടിയത്? ശരിക്കേ, ഒരൊറ്റ ചോദ്യത്തിന് 1000 പശു. 1000 പശുവും വെറുതെ കൊടുക്കുന്നൊന്നല്ലല്ലോ. ഓരോരോ കൊമ്പിലും ഇത്ര തോല ശരിക്കേ സ്വർണം കെട്ടിയ ഒരു പശുവാണ്. എന്തായിരിക്കും സ്ഥിതി? ഇതൊക്കെ എന്തിനാ എടുത്തിട്ടുണ്ടോ? എന്ത് അങ്ങേര് സീനിൽ വരുന്നേരം തന്നെ പറയുന്നതാണ്, ഇടപിള്ളേരെ ഇതൊക്കെ എടുത്ത് നമ്മൾ ആലെ കൊണ്ടുവച്ച് കെട്ടുന്ന. അപ്പൊ നിങ്ങൾക്കിത് പറയുകയും ചെയ്യുക, മൊത്തം വ്യവഹരിക്കുകയും ചെയ്യുക. അതുകൊള്ളാലോ. അതിനുത്തരം പറയാണ് നമ്മൾ കഴിഞ്ഞ പേജ് നോക്ക്. അവിടുന്നാ തുടങ്ങുന്നത്. പശുവാദിപിച്ച വിശേഷാത്. പശുവാദികളുമായിട്ട് ഒരു വിശേഷവുമില്ല. ആരുടെ? ആര് വ്യവഹരിച്ചാലും, ഇത് ജ്ഞാനി വ്യവഹരിച്ചാലും അജ്ഞാനി വ്യവഹരിച്ചാലും പശുവാദിപിച്ച വിശേഷാത്. എന്ത് ചെയ്യും ഇപ്പൊ ഇതിപ്പോൾ? ജ്ഞാനിയിൽ വ്യവഹാരം ഉണ്ടെങ്കിൽ അത് അജ്ഞാന ലേശം കൊണ്ട്, ലേശാജ്ഞാനം മാനിച്ചിട്ട് വ്യവഹരിക്കാം. അല്ലെങ്കിലോ ബാധിതാനുവൃത്തി. അല്ലെങ്കിലോ രണ്ടുമില്ല. കാരണം ബ്രഹ്മജ്ഞാനി ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് അവിടെ നമ്മൾക്ക് അജ്ഞാന ലേശമോ അധ്യാസമോ പ്രാരബ്ധമോ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെന്താണ്? കാണുന്നവൻ ആയിരിക്കുന്ന അജ്ഞാനി ജ്ഞാനിയിൽ ചെലുത്തുന്ന ദോഷം മാത്രമാണ്. ഇതാണ് ഈ സോക്കളുടെ ഗുരുക്കന്മാരെടുത്ത് കളിക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നിൽ ആരോപിച്ചതാണ്. ശരിയെ, ചില തരത്തില് ഞാൻ ആ സമയത്ത് ട്രാൻസിലായിരുന്നു എന്ന്. ശരിയെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പാവം എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഈ അജ്ഞാനികൾ. അത് ആരോടെ പറയുന്നത്? അജ്ഞാനികളോടാണ് ജ്ഞാനികളോടാണോ? പറയാണ് പശുവാദി വിശേഷാത്. വ്യവഹാരത്തിന്റെ കാര്യത്തിൽ പശുവാദികളുമായിട്ട് പോലും ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞാൽ വ്യവഹാരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ അധ്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ജ്ഞാനിക്കോ വ്യവഹാരമില്ല, അതുകൊണ്ട് അധ്യാസമില്ല. രണ്ടും മാനിക്കാം. ടീക്ക് ജ്ഞാനിയുടെ കേസ് മാറ്റി നിർത്താം. നമുക്ക് ടീക്കയിൽ ഇപ്പം വരുമ്പോൾ ടീക്ക നോക്കിയേ. ശശബ്ദ ശങ്കാ നിരാസാർത്ഥ. ശശബ്ദം എവിടെയുള്ളത്? പശുവാദിപിശ്ച എന്നുള്ള സ്ഥലത്തെ ചകാരത്തെയാണ് പറഞ്ഞത്. ശങ്കാ നിരാസം പറയാനാണ്. കിം, ഇവിടെ സിദ്ധാന്തി പൂർവപക്ഷിയോട് ചോദിക്കുകയാണ്, കിം വിദ്വത്വം ബ്രഹ്മാസ്മേതി സാക്ഷാത്കാര ഉത യൗക്തികം ആത്മാനാത്മ ഭേദജ്ഞാനം. അതായത് അപരോക്ഷ ജ്ഞാനമാണോ അഥവാ പരോക്ഷ ജ്ഞാനമാണോ എന്നാണ് ചോദ്യം. ഉണ്ടായത് പരോക്ഷ ജ്ഞാനമാണോ അപരോക്ഷ ജ്ഞാനമാണോ? ജ്ഞാനിയിൽ വിദ്വാനിൽ എന്തിരിക്കും? വിദ്വത്വം. അല്ലെങ്കിൽ എന്ത് പറയാം? ജ്ഞാനം. ജ്ഞാനം എന്ന് പറയാം, വിദ്യ എന്ന് പറയാം. വിദ്യ ഇരുന്നാൽ വിദ്വാനായി, വിദ്വാനിലിരിക്കും വിദ്വത്വം. എത്ര എത്ര വിദ്വത്വം തത്ര എത്ര വിദ്യ, എത്ര എത്ര വിദ്യ തത്ര എത്ര വിദ്വത്വം. അതുകൊണ്ട് എന്ത് പറ്റി? വ്യാപ്യത്വ സതി വ്യാപകത്വം സമനേതൃത്വം. സമനേതൃത്വം ഐക്യം. ഇതൊക്കെ പിന്നെ പഠിപ്പിച്ചു തരാം, അപ്പം കേട്ടുപോയാൽ മതി. ഓക്കെ. അതുകൊണ്ട് എന്ത് പറ്റി? വിദ്യ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിദ്വത്വം എന്ന് പറഞ്ഞ ഒരേ അർത്ഥം കിട്ടുക. അപ്പൊ വിദ്വത്വം കിം, എന്താണ് ഈ വിദ്വത്വം? എന്താണ് ഈ വിദ്യ? ബ്രഹ്മാസ്മിതി സാക്ഷാത്കാര. സാക്ഷാത്കാരത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ പര്യായപദങ്ങളൊക്കെ പറഞ്ഞ്. ബ്രഹ്മോ പ്രത്യക്ഷം, പ്രമാ പ്രത്യക്ഷം, അപരോക്ഷം. ഇതെല്ലാം സെയിം ആണിത്. ചിലർ പറയും ജ്ഞാനമുണ്ടാവും ഗ്രന്ഥത്തിൽ നിന്ന്, സാക്ഷാത്കാരം ഗുരുവിന്റെ കയ്യില. പിന്നെ ഗുരുവിനെ എടുത്തു വെച്ചിരിക്കുകയാണ് സാക്ഷാത്കാരം. അച്ഛോ മോള് വന്നോ പിടി സാക്ഷാത്കാരം. നടക്കുന്ന പരിപാടിയില്ല കേട്ടോ. ജ്ഞാനം ശരിയാണ്, സ്മൃതി അനുഭവം രണ്ടാക്കാം, അനുഭവത്തെ പിന്നെ രണ്ടാക്കാം. യഥാർത്ഥം നിങ്ങൾക്ക് നൈയായികന് 4, അന്യന മതത്തിനനുസരിച്ച് മാറും, വേദാന്തിക്ക് 6. അത് അധികരണത്തിൽ നിന്ന് അഭാവം ഭിന്നമാണെങ്കിൽ 6, അഭാവം അധികരണ സ്വരൂപമാണെങ്കിൽ 5. ഇത്രയേ ഉള്ളൂ. ठीक ഭാട്ടമതാനുസാരം 6, പ്രഭാകര മതാനുസാരം 5. വേദാന്തിക്ക് കുഴപ്പമൊന്നുമില്ല. ठीक ഇടയ്ക്ക് ഭാട്ടന്റെ കൂടെ പോവും, ഇടയ്ക്ക് പ്രഭാകരന്റെ കൂടെ പോവും. കാര്യസിദ്ധിക്ക് ആരെയും കണ്ടെത്തും. അപ്പം പറയാണ് ഈ സാക്ഷാത്കാരം. അപ്പൊ എന്ത് പറ്റി? സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാണ്. ഇതിന് അപരോക്ഷം എന്ന് പറയാം, ഒരേ അർത്ഥം കിട്ടത്തുള്ളൂ. അല്ലാതെ പ്രത്യക്ഷം വേറെയും ലോകത്ത് പ്രത്യക്ഷം നടക്കും, ബ്രഹ്മത്തിന്റെ അപരോക്ഷം എന്നൊന്നും വ്യത്യാസമില്ല. പ്രത്യക്ഷം എന്നുള്ളത് അപരോക്ഷ സ്ഥലത്ത് ഉപയോഗിക്കും. ठीक
ഈ അപരോക്ഷ ബ്രഹ്മൈക്യജ്ഞാനമാണോ അഥവാ യുക്തിയാൽ സമ്പന്നമായിരിക്കുന്നേ? ആത്മാനാത്മ ഭേദജ്ഞാനമാണോ? പരോക്ഷജ്ഞാനം പോലും ഇവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ആത്മാനാത്മ ഭേദജ്ഞാനം ഉണ്ടായ ശേഷം മാത്രമാണ് ശരിക്ക് ശ്രുതിയിൽ നിന്ന് പരോക്ഷജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. വേണമെങ്കിൽ പരോക്ഷജ്ഞാനമാണോ അഥവാ അപരോക്ഷജ്ഞാനമാണോ എന്നുള്ള രീതിയിൽ എടുക്കായിരുന്നു, അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ആദ്യ പക്ഷം എന്താ? അപരോക്ഷജ്ഞാനം. അങ്ങനെയാണെങ്കിൽ ബാധിത അധ്യാസ അനുവൃത്തിയ വ്യവഹാര ഇതി സമന്വയസൂത്രേ വക്ഷ്യതേ. സമന്വയസൂത്രം നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിലെ 4ാമത്തെ സൂത്രമാണ് തത്തു സമന്വയാത്. എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? പൂർവപക്ഷി പ്രസംഗത്തെ വ്യാവർത്തി നടത്തുക കേട്ടോ. ആദ്യ പക്ഷത്തില് ഒന്നാമത്തത് സാക്ഷാത്കാരമാണ്. അപ്പോൾ സാക്ഷാത്കാരം നടന്നാലും അപ്പൊ എന്ത് പറ്റി? സാക്ഷാത്കാരം നടന്നാൽ പിന്നെ അധ്യാസം ഉണ്ടാവാൻ പാടില്ല. അധ്യാസം ഉണ്ടായില്ലെങ്കിൽ വ്യവഹാരം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഞാനിൽ വ്യവഹാരം കാണുന്നുണ്ട്. വ്യവഹാരം കാണുന്നുണ്ടെങ്കിൽ അധ്യാസം മാനിക്കണം. അധ്യാസം ഉണ്ടെങ്കിൽ അവിദ്യ ഉണ്ടായിരിക്കണം. ഈ അവിദ്യ നഷ്ടപ്പെട്ടിട്ട് എന്താ സംഭവിക്കുന്നത്? ജ്ഞാനിയില് എന്തായാലും പറയാണ് ബാധിത അധ്യാസ അനുവൃത്തിയ. അധ്യാസം ബാധിച്ചു പോയി. ബാധ എന്ന് പറഞ്ഞ എന്തർത്ഥം വേദാന്തിയെ സംബന്ധിച്ച്? ബാധ വേദാന്തിക്കും നൈയായികനും ബാധയ്ക്ക് രണ്ടർത്ഥമാണ്. എന്താ? മിഥ്യാത്വ നിശ്ചയമാണ് ബാധയ്ക്ക് അർത്ഥം വേദാന്തിയെ സംബന്ധിച്ച്. നൈയായികനെ സംബന്ധിച്ച് അഭാവ നിശ്ചയം. ഓക്കെ. അപ്പോൾ അതായത് എവിടെയാണ് സംഭവിക്കുന്നത് നോക്കിയോ? അന്ധക്കരണത്തിലെ വൃത്തികളെ അന്ധക്കരണ സംബന്ധിയായിരിക്കുന്ന ചേതനിലേക്ക് സമാരോപം നടത്തുമ്പോഴാണ് ചേതനന് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇത് എപ്പോഴാണ് നടത്തുക? എപ്പോഴാണോ അന്ധക്കരണത്തിൽ വൃത്തി വന്നത് അപ്പോൾ തന്നെ നടക്കും. കാരണം ചേതനയുക്ത അന്ധക്കരണത്തിലാണ് വൃത്തി വരുന്നത്. അപ്പോൾ വൃത്തി എപ്പോഴും അന്ധക്കരണത്തിൽ വരുന്നുവോ അപ്പോഴും ചേതനയിൽ വരും. ഈ പ്രക്രിയ നിങ്ങൾക്ക് സാങ്കേയോഗ പ്രക്രിയയാണ് വേദാന്തി സ്വീകരിക്കുന്നത്. സാങ്കേൻ പറയും, സാങ്കേനെ പ്രമാണവൃത്തി പ്രമാവൃത്തി എന്ന് പറയുന്ന രണ്ടാണ്. പ്രമാണവൃത്തി എന്നുള്ളത് അന്ധക്കരണത്തിൻ്റെതും പ്രമാവൃത്തി എന്നുള്ളത് ചേതന്റെ വൃത്തിയാണ്. ഇത് രണ്ട് സമയത്ത് വരുന്നതല്ല, കൽപ്പന നടത്തുന്നതാണ് രണ്ടാക്കിയിട്ട്. കാരണം കേവല ബുദ്ധി മാറി നിൽക്കത്തൊന്നുമില്ല. ചേതനന്റെ പ്രതിബിംബം, പുരുഷന്റെ പ്രതിബിംബം നടന്നിരിക്കുന്ന ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയിലാണ് വൃത്തികൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേതനന്റെ പ്രതിബിംബം നേരിട്ടിരിക്കുന്ന വൃത്തികളെ പുരുഷന്റെ വൃത്തികളെന്നും, ആ സമയത്ത് തന്നെ നമ്മൾ അന്ധക്കരണത്തെ മാറ്റി വെച്ചുകൊണ്ട് പറയാണ് അന്ധക്കരണത്തിൽ ഉത്പന്നമായിരിക്കുന്ന വൃത്തികൾ പ്രമാണ വൃത്തികളെന്നും. മനസ്സിലായില്ലേ? അന്നപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? അധ്യാസം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ജഡവും ചൈതന്യവും തമ്മിലെ താതാത്മ്യം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ വൃത്തികളെ സംഭവിക്കത്തില്ല. കേവല ചൈതന്യത്തിൽ വൃത്തിയില്ല, കേവല അന്ധക്കരണത്തിൽ വൃത്തിയില്ല. ചേതനമായിട്ടുള്ള അന്ധക്കരണത്തിന്റെ താതാത്മ്യം ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ അന്ധക്കരണത്തിൽ വൃത്തികൾ സംഭവിക്കത്തുള്ളൂ. ഓക്കെ. ഈ സമയത്ത് ചേതനിലേക്ക് സമാരോപം ചെയ്യുമ്പോൾ അത് ചേതനന്റെ വൃത്തിയായി. അപ്പോഴാണ് ചേതന അതിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ലേ? അപ്പൊ നോക്കിയോ. ഇനി എന്നിട്ടും ഈ വിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്തന്തേ സർവസംശയാഹ എന്ന് നിങ്ങൾക്ക് മന്ത്രം കാണാം. ഓക്കെ. അപ്പോൾ അവിടെ സകല സംശയങ്ങൾ നഷ്ടപ്പെടാൻ കാരണം എന്താ? ബ്രഹ്മാത്മ ഐക്യബോധം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. സംശയം വേണമെങ്കിൽ അറിയാത്ത വസ്തു വേണ്ടേ? ബ്രഹ്മാത്മ അപരോക്ഷ ജ്ഞാനത്തോടുകൂടി വസ്തുക്കളെല്ലാം അറിയപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥം ഇനി അറിയാൻ വസ്തു ഇല്ലായിരുന്നു. എന്തുകൊണ്ടാ? അദ്വിതീയ ബ്രഹ്മം അല്ലാതെ വസ്തുവൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ചിദ്യതേ ഹൃദയഗ്രന്ഥിന. ഹൃദയഗ്രന്ഥിക്ക് അർത്ഥം എന്താ? താതാത്മ്യമാണ്. ചേതനന്റെ അന്ധകരണമായിട്ടുള്ള താതാത്മ്യം നേരിടുമ്പോഴാണ് ഹൃദയഗ്രന്ഥി വരുന്നത്. ആ ഹൃദയഗ്രന്ഥി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചേതനൻ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പാടില്ലല്ലോ. ഈ സമയത്താണ് നമ്മൾ ഇതിന്റെ അനുവൃത്തി എന്ന് പറയുന്നത്. ബാധിച്ചു പോയിട്ടും, അധ്യാസം ബാധിച്ചിട്ട് പോയിട്ടും അനുവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ദൃഷ്ടാന്തമാണെന്ത്? ഈ സ്ഫടികത്തിലെ രക്തിമ ഭ്രമമായിരുന്നു ആദ്യം. എപ്പോഴായിരുന്നോ നമ്മൾ ആ സ്ഫടികത്തിൻ്റെതല്ല ജപാകുസുമത്തിൻ്റെതാണ് ആ രക്തിമ എന്ന് തിരിച്ചറിയാതിരുന്നത്, ആ സമയത്ത് ഭ്രമമാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭ്രമമല്ല, പക്ഷേ അനുവൃത്തിക്ക് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഇതിനെ നമ്മൾ ബാധിതാനുവൃത്തി എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? അധ്യാസത്തിന്റെ ബാധിതാനുവൃത്തി. ഇവിടെ അധ്യാസം മാനിക്കാനേ പറ്റത്തില്ല, അനുവൃത്തി എന്ന് മാത്രം മതി. പക്ഷേ അനുവൃത്തി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ അനുവൃത്തി? വിഷയങ്ങളുടെ സമാരോപത്തിന്റെ അനുവൃത്തി എന്ന് മതിയായിരുന്നു അല്ലെ? അധ്യാസം ഇല്ലെങ്കിലും, താതാത്മ്യധ്യാസം ഇല്ലെങ്കിലും ചിത്തത്തിൽ പതിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ചേതനിലേക്ക് സമാരോപം നടത്തുകയാണ്. അതിന്റെ അനുവൃത്തി എന്ന് പറഞ്ഞാൽ മതി, ബാധിക്കപ്പെട്ടിട്ടും. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അധ്യാസം ബാധിക്കപ്പെട്ടിട്ടും
അനുവൃത്തി എന്ന് പറയാൻ കാരണം ഈ ഒരു താതാത്മ്യം നിലനിന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ചിത്തത്തിന്റെ വൃത്തികൾ ചേതന അറിയാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ടാണ് ഇവര് ബാധിക്കപ്പെട്ടിരിക്കുന്ന താതാത്മ്യത്തിന്റെ അനുവൃത്തി എന്ന് പറയുന്നത്. ബാധിത അധ്യാസ അനുവൃത്തി. ഈ ഒരു അനുവൃത്തി ഉള്ളത് കൊണ്ട് തന്നെ വ്യവഹാരം സംഭവിക്കും. ജ്ഞാനിയെ സംബന്ധിച്ച് ഇതാണ് നമ്മൾ പണ്ടും പറഞ്ഞത്. ഹിന്ദി ലാൻഡിലൊക്കെ പ്രസിദ്ധമായിരിക്കുന്ന ഒഡിയ ബാബയുടെ പുസ്തകമുണ്ട്. അങ്ങേര് എഴുതി വെച്ചിരിക്കുന്നതാണ്, അങ്ങേരോട് ഏതോ ഒരു ശങ്കരാചാര്യ ചോദിച്ച പോലെ, ഈ ജ്ഞാനിക്ക് ലോകം ഉണ്ടാവുക. അങ്ങേര് പറഞ്ഞു ജ്ഞാനിക്ക് ലോകമൊന്നും ഉണ്ടാകത്തില്ല, കയറിലെ സർപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കയറിലെ സർപ്പത്തിന്റെ വാല് കാണാൻ പറ്റുമോ, ഇതൊക്കെ പറഞ്ഞിട്ട് ചാടുന്ന പിള്ളേരുണ്ടായിരുന്നു ഒരു കാലത്ത്. അതായത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത കാലത്തോളം ഈ ഒഡിയ ബാബയൊക്കെ പ്രമാണമായി മാറി. ഹിന്ദിയിൽ എഴുതിച്ച സാധനമല്ലേ. അങ്ങേര് ശങ്കരാചാര്യോടാണ് ചർച്ച ചെയ്തത്, എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ ശങ്കരാചാര്യർക്ക് എന്തറിഞ്ഞിട്ടാണ് ചോദിച്ചതെന്നുള്ളതാണ്. ഇല്ലേ, ശങ്കരാചാര്യർക്ക് ഇത് അറിയത്തില്ലേ, പിന്നെ ആർക്കും അറിയുന്നത്? അങ്ങനെ അറിയാത്ത ശങ്കരാചാര്യന്മാരുണ്ടായിട്ട് മനസ്സിലായിക്കോളൂ. അല്ലാണ്ട് ഈ ഇവരൊക്കെ എല്ലാവരും കേട്ടു. ഇവിടെ എന്താ പറഞ്ഞത്? ബാധിതാനുവൃത്തി എന്ന് എഴുതി വെച്ചോണ്ടോ? ഞാനല്ലല്ലോ പറയുന്നത്. ബാധിതാനുവൃത്തി ഏത് അധ്യാസത്തിന്റെ ബാധിതാനുവൃത്തി വരുമ്പോൾ എന്ത് സംഭവിക്കും? വ്യവഹാരജ്ഞാനിയിൽ സംഭവിക്കും. മനസ്സിലായോ? ഇത് തന്നെയാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല. കാരണം മൂന്ന് പക്ഷമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രാരബ്ധം മാനിച്ചിട്ട്, രണ്ടാമത്തത് പ്രാരബ്ധത്തിന്റെ കാരണമായിരിക്കുന്ന ലേശാവിദ്യ മാനിച്ചിട്ട്. പ്രാരബ്ധത്തിന്റെ കാരണമായിരിക്കും ലേശാവിദ്യയും മാനിക്കുന്ന സ്ഥലത്ത് അധ്യാസത്തിന്റെ ബാധിതാനുവൃത്തിയാല് വ്യവഹാരം സംഭവിക്കും. ഇത് രണ്ട് സ്ഥലത്തും കറക്റ്റാണ്. മൂന്നാമത്തത് ബ്രഹ്മസ്വരൂപമായതിനാൽ, ബ്രഹ്മസ്വരൂപത്തിൽ അവിദ്യ അധ്യാസമോ നടക്കാത്തതിനാൽ ജ്ഞാനിലൊരു വ്യവഹാരം നടക്കത്തില്ല. പിന്നെ ഭിക്ഷാടനാദികളോ അത് നിങ്ങളായിരിക്കുന്ന കാണുന്നവൻ ആരോപിക്കുന്നത് മാത്രമാണ്. കാരണം ഏകജീവവാദത്തിനനുസരിച്ച് ഒരു ജ്ഞാനിയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ജീവൻ പോലും നിലനിൽക്കത്തില്ല. എന്നിട്ടല്ലേ ഇതൊക്കെ എന്തിനാണ്? ഈ അധ്യാസവും ആയ കാര്യവും മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഖ്യാനം മാത്രമാണിത്. അല്ലാതെ ഇവിടെ ഒരു ജഗത്തുണ്ടായി എന്നൊന്നും വേദാന്ത സിദ്ധാന്തത്തിൽ ഇല്ല. ഇത് പറയുന്നത് മന്ദബുദ്ധി പ്രകരണമാണ്. അതുകൊണ്ട് ഒരു വശം മാത്രം പിടിച്ച് ഷടിച്ചേക്കരുത്. ഇതെല്ലാ വശവും ശരിയാണ്. ദ്വിതീയ പക്ഷം എന്താണ്? യൗക്തികം ആത്മജ്ഞാനം. അതിന്റെ കാര്യത്തിൽ പറയാണ് പരോക്ഷ ജ്ഞാനസ്യ. അപ്പൊ കണ്ടോ, പരോക്ഷ ബ്രഹ്മജ്ഞാനത്തെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പരോക്ഷ ജ്ഞാനസ്യ അപരോക്ഷ ഭ്രാന്തി അന്യവർത്തകത്വാത്. അഹം എന്നുള്ള ജ്ഞാനം പോലും ഭ്രാന്തിയാണ്. അത് എന്താണ്? അപരോക്ഷമാണ്. അപരോക്ഷ ഭ്രാന്തിയുടെ നിവർത്തകൻ അപരോക്ഷ പ്രമേയാണ്, അല്ലാതെ പരോക്ഷ പ്രമേയല്ല. അപരോക്ഷ പ്രമ അപരോക്ഷ രണ്ട് വിധത്തിലെ ഭ്രാന്തിയുടെ നിവർത്തകനാണ്. പക്ഷേ പരോക്ഷ പ്രമ അപരോക്ഷ ഭ്രാന്തിയുടെ നിവർത്തകനാവത്തില്ല. അതായത് നിങ്ങൾ വഴിയിൽ ഒരു സർപ്പത്തെ കണ്ടു, കയറില്. നിങ്ങൾ അവിടുന്ന് പോകുന്ന നേരം മറ്റൊരാൾ പറഞ്ഞു അല്ല അത് സർപ്പമൊന്നുമല്ല, കയറാണ്. ആ ശബ്ദപ്രയോഗം കൊണ്ടുണ്ടാവുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനമാണ്. മുമ്പുണ്ടായിരിക്കുന്ന അപരോക്ഷ ബ്രഹ്മത്തിന്റെ നിവർത്തകനാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അദ്വിതീയ വേദാന്ത വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്ന സ്ഥലത്ത് ദൃഷ്ടാന്തം കൊടുത്തത് ജ്ഞാനത്തിൽ നിന്ന് അപരോക്ഷ ബ്രഹ്മമടക്കം മാറും എന്നുള്ള സ്ഥലമുണ്ട്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല്, ഇപ്പോൾ കയറ് സർപ്പം കണ്ടെന്ന് കരുതുക. എന്നിട്ടും നമ്മൾക്ക് വളരെ വിശ്വസ്തന്മാരായിരിക്കുന്ന അച്ഛൻ അന്മ ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാൽ ആ ഭ്രമം മാറുകയും വേണമെങ്കിൽ കുട്ടി ആ കയറെടുക്കുകയും ചെയ്യും. ശരി. അതുകൊണ്ട് തന്നെ ശബ്ദത്താല് ഭ്രമനാശകരായിരിക്കുന്ന ജ്ഞാനം ഉത്പന്നമാവും എന്ന് വേദാന്തിക്ക് മാനിച്ചേ പറ്റത്തുള്ളൂ. കാരണം പ്രക്രിയക്ക് അങ്ങനെ കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഹയർ സ്റ്റഡീസ് കാണാം. ആണല്ലോ. വിവേകിനാമപി വ്യവഹാരകാലേ പശ്വാദിഭീർ അവിശേഷാദ് അധ്യാസവത്വേന തുല്യത്വാദ് വ്യവഹാരു അധ്യാസ കാര്യ ഇത് യുക്തമിത്യർത്ഥ. വിവേകിനാമപി, വിവേകമുള്ളവന് പോലും. അതേത് വിവേകം? രണ്ട് രീതിയില്. അപരോക്ഷ ജ്ഞാനമാണെങ്കിൽ ബാധിതാനുവൃത്തി, വ്യവഹാരം നടക്കും. അവിടെ അധ്യാസം ഇല്ലെങ്കിലും ബാധിത അധ്യാസത്തിന്റെ അനുവൃത്തിയാല് വ്യവഹാരം. രണ്ടാമത്തത് പരോക്ഷജ്ഞാനിയാണെങ്കിൽ വിവേകിക്ക് വ്യവഹാരകാലത്ത് പശ്വാദിവിരവിശേഷാത്, പശുവാദികൾക്ക് സമാനം തന്നെയാണ്. ഇനി വിശദീകരിച്ചത് ദൃഷ്ടാന്ത ഭാഷത്തില് എന്ന് പറഞ്ഞാൽ അധ്യാസവത്തേന തുല്യത്വാദി വ്യവഹാരോ. വ്യവഹാരം എന്നുള്ളത് അധ്യാസം ഉള്ളവനിൽ മാത്രമാണ് വ്യവഹാരം എന്നുള്ളത് വിവേകിക്കും പശുവിനും സമാനമാണ്. അതുകൊണ്ട് വ്യവഹാരം അധ്യാസകാര്യ ഇത് യുക്തം. വ്യവഹാരം എന്നുള്ളത് അധ്യാസത്തിന്റെ കാര്യം എന്നുള്ളത് യുക്തമാണ്. അത്രായം പ്രയോഗം എന്നുള്ളത് മനസ്സിലാക്കിയുള്ള അനുമാന പ്രയോഗമായിരിക്കും. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് വരിക. അത്രായം പ്രയോഗ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് വ്യവഹാരം അധ്യാസ കാര്യമാണ് എന്നുള്ളതിന് അനുമാനം സിദ്ധിക്കുകയാണ്. വിവേകിനോ അധ്യാസവന്തഃ,
വ്യവഹാരവത്വാത് പശുവാദിവത്. ഇവിടുത്തെ സാധ്യം എന്താണ്? പക്ഷം എന്താണ് ഇവിടെ? പശ്ചാത്തലം വിവേകി. വിവേകി എന്ന് കാണുന്നുണ്ടോ ഇവിടെ? വിവേകി പിന്നെ നഹ എന്ന് വേറെ പദാണോ? ബഹുവചനം. വിവേകിനഹ, വിവേകി, വിവേകിനോ, വിവേകിനഹ. വിവേകിൻ പ്രാതിപതികമാണ്. അപ്പോൾ വിവേകികൾ ബഹുവചനമാണ്. അധ്യാസമന്ത, അധ്യാസമുള്ളവരാകുന്നു. അപ്പം വിവേകിയിൽ എന്തിരിക്കും? അധ്യാസഹ എന്ന് പറഞ്ഞോ അല്ലെ അധ്യാസവത്വം എന്ന് പറഞ്ഞോ, രണ്ടാവും രണ്ടു രൂപത്തിൽ സാധ്യം ഉണ്ടാക്കാം. അധ്യാസമന്ത വാൻ മാൻ ഹിന്ദിയിൽ പറയുന്ന കേട്ടോ, വാൻ മാൻ തെക്വ ത്വം മിലാക്കെ ഗർജിത്വ എന്ന് പറയും. അത് അതിന്റെ ശൈലി പറയുന്നതാണ്, എങ്ങനെ നിങ്ങൾക്ക് സാധ്യം ഉണ്ടാക്കണം എന്നുള്ളത്. പർവ്വത വന്യമാൻ സാധ്യം എന്താ? വന്യാണ്. മാൻ വാൻ ഒഴിവാക്കിയാൽ മതി. മാൻ വാൻ ഇല്ലാതെ പദം വന്നാലും ത്വം കൂട്ടിച്ചേർക്കണം. ഇത് സാമാന്യ നിയമമാണ്, ചില സ്ഥലത്ത് കൂട്ടിച്ചേർക്കണ്ട. താതാത്മ്യത്തിൽ സാധ്യം വന്നു കഴിഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതൊക്കെ ന്യായം പഠിപ്പിച്ചു പോകുന്നേരം കാലം കൊണ്ട് മനസ്സിലാവും. ന്യായം പുസ്തകം വെച്ച് പഠിക്കുന്ന വേറെയാണ്, അതിനെ സംഗ്രഹിച്ചിട്ട് ബാക്കി ചോദ്യം കൂടി വന്നാൽ നമ്മൾക്ക് ഉത്തരം പറയാൻ പറ്റണമെങ്കിൽ കൂടുതൽ മെനക്കെടണം. പറയാണ് വിവേകിനോ പക്ഷമായി, അധ്യാസമന്ത അധ്യാസം സാധ്യമായി, വ്യവഹാരവത്വാദി വ്യവഹാരവത്വം ഹേതുവായി. അപ്പോൾ വ്യാപ്തി പറഞ്ഞാരെങ്കിലും എത്ര എത്ര വ്യവഹാരः തത്ര അധ്യാസः. എത്ര എത്ര വ്യവഹാരം അത്ര അത്ര അധ്യാസ, അല്ലെങ്കിൽ എത്ര എത്ര വ്യവഹാരവത്വം അത്ര അത്ര അധ്യാസവത്വം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എവിടെയാ പറഞ്ഞത്? പശുവാദി ദൃഷ്ടാന്തം. പശുവാദികളിൽ വ്യവഹാരം ഉണ്ടോ? ഉണ്ട്. അവിടെ അധ്യാസം ഉണ്ടോ? ഉണ്ട്. അധ്യാസത്തിന് കാരണമാണ് വിവേകാഭാവം. പശുവിന് ഉപദേശം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിവേകാഭാവം ഉണ്ടാവും. വിവേകാഭാവം ഉള്ളത് കൊണ്ട് തന്നെ അധ്യാസം നടക്കും. ഇത് അടുത്ത സ്റ്റെപ്പിൽ പറയത്തുള്ളൂ. തത്ര സംഗ്രഹവാക്യം വ്യാകുറുവൻ ദൃഷ്ടാന്തേ ഹേതും പ്രകടയതി. ഈ കഴിഞ്ഞ പേജിൽ വന്നിരിക്കുന്ന പശുവാദിപിഷ്ട അവിശേഷാദ് എന്നുള്ളത് സംഗ്രഹവാക്യമാണ്. ഇനി പറയേണ്ടതിന് സംഗ്രഹിച്ചിട്ട് പറയുകയാണ്. ഈ ഒരു ശൈലി നിങ്ങൾക്കിനി ഉപനിഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാണ്ഡ്വ്യം എടുത്തു പോയ സമയത്തൊക്കെ സംഗ്രഹവാക്യം കൊണ്ടുവന്നിട്ട് അതിനെ വിശദീകരിക്കും. ഇതൊരു വിദ്വ ശൈലിയാണ്. ആദ്യം സംഗ്രഹവാക്യം പറയും, പിന്നെ അതിന് വിശദീകരണം കൊടുക്കും. അപ്പോൾ വ്യാകുറുവൻ വ്യാകരണം നടത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചും കൊണ്ട് ദൃഷ്ടാന്തേ ഹേതും സ്ഫുടയതി. ദൃഷ്ടാന്തം എന്താണ്? പശു അല്ലെ? ഇവിടെയുള്ള അനുമാനത്തിലെ ദൃഷ്ടാന്തം എന്താ? പശുവാദി. അവിടെ ഹേതുവിനെ സ്ഫുടിപ്പിക്കുകയാണ്. ഹേതു എന്താ? വ്യവഹാരം. സാധ്യം എന്താ? അധ്യാസം. ഇനി ഭാഷ്യം കാണു. യഥാ ഹി, യഥാ കഴിഞ്ഞ പേജിലായിരുന്നു, ഹി ഇവിടെയുള്ളൂ. പശുവാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തേ അനുകൂലേ ച പ്രവർത്തന്തേ. ഇത് എപ്രകാരം എന്നാണെങ്കിൽ യഥാഹി പശുവാദികളായിരിക്കുന്ന ഏതൊരു ജീവനും ശബ്ദാദികളുമായിട്ട് ശ്രോത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സംബന്ധം സിദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയമായിരിക്കുന്ന ശ്രോത്രത്തിന് ശബ്ദമായിരിക്കുന്ന വിഷയവുമായിട്ടുള്ള സംബന്ധം, അത് ഏത് സംബന്ധമായിരിക്കും? സമവായം. അപ്പോൾ നൈയായികൻ പറയുന്നത് ശ്രോത്രേന്ദ്രിയത്തിന് ശബ്ദവുമായിട്ട് സമവായം, ശബ്ദത്വമായിട്ട് സമവേത സമവായം, ഇങ്ങനെയുള്ള കുറെ സംബന്ധമുണ്ട്. പ്രത്യക്ഷ ജ്ഞാന സ്ഥലത്ത് ഇന്ദ്രിയവും വിഷയമായിട്ടുള്ള സന്നികർഷം വേണം. സന്നികർഷം എന്നുള്ളത് 6 വിധത്തിൽ ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന സംബന്ധം വഴി എന്ത് പറ്റൂ? സംബന്ധ സതി ശബ്ദാദി വിജ്ഞാന പ്രതികൂലേ ജാതേ. ശബ്ദവിജ്ഞാനം പ്രതികൂലമായിട്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് അനിഷ്ട സാധനത്വത്തിന്റെ ഗ്രഹണം ശബ്ദത്തിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലും ആക്രോശിക്കുകയാണ്. പശു എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ മലയാളത്തിൽ പശുവല്ല, മൃഗം എന്ന അർത്ഥമുണ്ട്. അത് പട്ടിയാവാം പൂച്ചയാവാം. പശു ചികിത്സാ കേന്ദ്രം, ഇതിന്റെ അർത്ഥം എന്താ? മൃഗ ചികിത്സാ കേന്ദ്രം എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ പശു അല്ല ഇവിടുത്തെ പശു. പശു എന്നുള്ളത് മൃഗം എന്നുള്ള അർത്ഥത്തിലെ വരിക. ഇവിടെ ഇപ്പൊ ദൃഷ്ടാന്തം കാണുന്നേരം പശുവാ മനസ്സിൽ വരിക, കാരണം തൃണം പശുവല്ലേ കഴിക്കുക. അപ്പോൾ എന്താണ്? ശബ്ദാദിവിജ്ഞാന പ്രതികൂല ജാതെ തതോ നിവർത്തന്റെ. ശബ്ദവിജ്ഞാനം ശബ്ദമാണെങ്കിലും ഇനിയിപ്പോൾ അദ്ദേഹം വടിയെടുത്ത് വരുന്നത് കാണുകയാണെങ്കിലും അപ്പോൾ ചക്ഷുജന്യ വിജ്ഞാനമാവും. അപ്പോൾ വിഷയവിജ്ഞാനം പ്രതികൂലമായിട്ട് ഭവിക്കുമ്പോൾ അവിടുന്ന് ഒഴിവാകും. അനുകൂലമായിട്ട് വരുമ്പോൾ അതിനനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പശുവാണെങ്കിലും പുല്ലുമായിട്ടാണ് വരുന്നതെങ്കിൽ തലയാട്ടിയാട്ടി ചെല്ലും അടുത്തേക്ക്. വടിയെടുത്താണ് വരുന്നതെങ്കിൽ പശു പറയും ഇപ്പൊ ശരിയായി തരാം. അപ്പൊ നോക്കിയോ, ടീക്ക നോക്കില്ലേ. വിജ്ഞാനസ്യ അനുകൂലത്വം പ്രതികൂലത്വം ച ഇഷ്ടാനിഷ്ട സാധന ഗോചരത്വം. ഈ നമ്മുടെ ഭാഷ്യത്തിൽ പറഞ്ഞു ശബ്ദാദി വിജ്ഞാനെ അനുകൂല ജാതി പ്രതികൂല ജാതി. ഈ വിജ്ഞാനത്തിലെ പ്രതികൂലത്വം അനുകൂലത്വം എന്താണെന്നുള്ളതാണ്. അന്നേരം പറയാണ് ഇഷ്ടസാധന ഗോചരത്വം, അനിഷ്ടസാധന ഗോചരത്വം. ഗോചരത്വം എന്ന് പറഞ്ഞാൽ വിഷയത്വം അർത്ഥം. അതായത് പശുവിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വിളിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, അതിൽ ഓട്ടിക്കാൻ ശബ്ദം ഉണ്ടാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ആ ശബ്ദത്തില് ഇഷ്ടസാധനത്വത്തെ ഗ്രഹിക്കുമ്പോൾ അനുകൂലമായിട്ട് പ്രവർത്തിക്കും.
ഇതിനെയാണ് അനുകൂല വിജ്ഞാന ജാതി എന്ന് പറയുന്നത്. അനിഷ്ട സാധനമായിട്ട്, അതായത് ശബ്ദം അനിഷ്ട സാധനമായിട്ട് ഗ്രഹിച്ചാല് അവിടുന്ന് നിവർത്തിക്കും. അതാണ് ശബ്ദത്തെ പ്രതികൂലമായിട്ട് അറിയുക എന്ന് പറയുന്നത്. തദൈവ ഉദാഹരതി, ഇതിനെ വിശദീകരിക്കുകയാണ് ഇനി ഭാഷ്യത്തില്, ഉദാഹരിച്ചു കൊടുക്കുകയാണ്. ഭാഷ്യം കാണുക. യഥാ, എപ്രകാരം എന്നാണെങ്കിൽ, ദണ്ഡോദ്യതകരം പുരുഷം അഭിമുഖം ഉപലഭ്യ മാം ഹന്തും അയം ഇച്ഛതീതി പലായിതും ആരഭന്തേ ഹരിത തൃണ പൂർണ്ണ പാണിമുപലഭ്യ സംപ്രത്യഭിമുഖീ ഭവന്തി. യഥാ, ഇപ്രകാരം എന്നാണെങ്കിൽ, ദണ്ഡ ഉദ്യതകരം, വടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ, അഭിമുഖം ഉപലഭ്യ, തന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കിയാൽ, മാം ഹന്തും അയം ഇച്ഛതീതി, ഇവൻ എന്നെ അടിക്കാൻ വരികയാണെന്ന്, ഇവനെ അടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പലായുധമാരബന്ധേ, അവിടുന്ന് ഓടാൻ തുടങ്ങുന്നു. പിന്നെയോ ഹരിത തൃണ പൂർണ്ണ പാണിമബലഭ്യ, പച്ചപ്പുല്ല് നിറഞ്ഞ കൈയെ കാണുമ്പോൾ സംപ്രത്യഭിമുഖീ ഭവന്തി, ഇവൻ എനിക്ക് പുല്ല് തരാൻ വരികയാണെന്ന് മനസ്സിലാക്കിയിട്ട് പശു അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങും. ഇത് അനുമാനം ചെയ്തുള്ള വ്യവഹാരം പക്ഷി, മൃഗം, മനുഷ്യ സാമാന്യമാണ്. നിങ്ങൾ ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ ചായക്കടയ്ക്ക് ചുറ്റുമുള്ള പട്ടികൾ പോലും ആളെ മനസ്സിലാക്കിയിട്ട് അടുത്ത് പോയി നിൽക്കും, വേണേൽ തോണ്ടി വിളിക്കുകയും ചെയ്യും. അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആരാണ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ദുഷ്ടന്മാരും ശിഷ്ടന്മാരും പട്ടിക്ക് പോലും തിരിച്ചറിയാം മനുഷ്യനാണ് പറ്റാത്തത്. നിങ്ങൾ നോക്കിയാൽ മതി, ചില പട്ടികൾ പോയിട്ട് വിളിക്കും. എത്ര സാമാന്യമാണ്. ചിലർ പോയിട്ട് അടുത്ത് നിൽക്കും, അവർക്കറിയാം സാധനം കിട്ടുന്നുള്ളു. പിന്നെ മനുഷ്യന് അന്നം കൊടുക്കാത്ത ആൾക്കാർ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമോ എന്നുള്ള ചോദ്യം വേറെ. ചിലപ്പം കാണാം പട്ടി നമസ്കരിച്ച് പോയി കളയും. തുപ്പിയിട്ട് പോകാന്ന് പറയുന്ന പോലെ. ഇതിന്റെ ടീക്ക നോക്ക്. അയം ദണ്ഡോ അതനിഷ്ട സാധനം, ഈ ദണ്ഡം എന്നുടെ അനിഷ്ടത്തെ ജനിപ്പിക്കുന്നതാണ്, അനിഷ്ടത്തിന്റെ സാധനമാകുന്നു. എന്തുകൊണ്ടാ? ദണ്ഡത്വാത്, അനുമാന പ്രയോഗമാണ്. അനുഭൂത ദണ്ഡവത്, പണ്ട് അനുഭവിച്ചൊരു ദണ്ഡം ഉണ്ടല്ലോ, അവിടെ ദണ്ഡത്വരിക്കോ? ദണ്ഡത്വരിക്കും. അത് മതനിഷ്ട സാധനമായിരുന്നില്ലേ? ആയിരുന്നു. എത്ര ദണ്ഡത്വം അത്ര മതാനിഷ്ട സാധനത്വം വ്യാപ്തി കിട്ടി. ഇനി ഇപ്പോൾ ഈ കാണുന്ന ദണ്ഡത്വം ഇല്ലേ? ഉണ്ട്. അവിടെ എന്ത് അനുമാനം നടത്തും? മതാനിഷ്ട സാധനത്വം. അന്നപ്പോഴോ പശു അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഒരനുമാനം കഴിഞ്ഞു. പശു അനുമാനം നടത്തുന്നുണ്ട്, എന്നിട്ടും അനുമാന കണ്ടം പഠിപ്പിച്ചാൽ ആൾക്കാർ കുന്തിച്ചിരിക്കും എന്നുള്ളതാണ്. പശുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പശു അനുമാനം നടത്തും. ഇതം തൃണം ആർക്കാണെങ്കിലും ശരി, ഞങ്ങളെ പഠിപ്പിച്ച മണ്ഡലേശ്വരൻ തന്നെ പറയും, ന്യായ സഖി ഫസ്കി ബാത്തിനെയും, ന്യായം എല്ലാവർക്കും പറഞ്ഞ പരിപാടിയില്ല. ന്യായമാണ് ഏറ്റവും കൂടുതൽ മണ്ട കറക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും ലോവർ ആണ് വേദാന്തം. പക്ഷേ വേദാന്തത്തിന്റെ ഒരു പടി വിട്ട കേസുകളില് വേദാന്തം ന്യായത്തിന്റെ അപ്പന. നൈയായിക നിർത്തിയ സ്ഥലത്താണ് വേദാന്തികൾ ന്യായ പങ്ക്തി ജോഡിയാൻ തുടങ്ങുന്നത് പോലും. നിങ്ങളത് അദ്വൈത സിദ്ധാന്ത ബിന്ദുവാദി ഗ്രന്ഥത്തിൽ നോക്കിയോ, അനുമാനം എന്താണെന്നുള്ളത് കാണാം. എന്തിന് ഇത്രയും ദൂരം പോകുന്നു? നിങ്ങളുടെ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഭാഷ്യകാരൻ അവിദ്യയെക്കുറിച്ച് പറയുന്ന സ്ഥലം എടുത്ത് നോക്കുക. എനിക്കൊരു 3-ാമത്തെ അധ്യായമാണ്. നൈയായികൻ പിന്നെയും പഠിക്കാൻ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് ആ 2 സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ന്യായവും ന്യായയുക്ത വേദാന്തവും അത് വേറെ തന്നെ പഠിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് വിചാര സമ്പന്നമാകത്തുള്ളൂ. ബാക്കിയുള്ള ലോവർ സ്റ്റേജിൽ കിടക്കുന്ന വേദാന്തമാണ്. അത് നമുക്ക് അമ്പലപ്പറമ്പിലും പറയാം. ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി എത്രയേ ഉള്ളൂ. അത് കേൾക്കാൻ വരുന്നത് അങ്ങനെയുള്ള ക്ലാസ് ആയിരിക്കും. അതിപ്പോൾ ബ്രഹ്മം ഇനിയിപ്പോൾ ഗുരുവിന്റെ മാത്രം സ്വരൂപവും മക്കളൊക്കെ ഗുരുവിൽ അധ്യസ്ഥമായി കഴിഞ്ഞാൽ എന്താണ് വിളിച്ചറിഞ്ഞ വിഷയം? ഇതം തൃണം ഇഷ്ടസാധനം അനുഭൂത ജാതീയത്വാത് അനുഭൂത തൃണവത് ഇത്തി അനുമായ വ്യവഹരന്തീത്യർത്ഥ. അനുഭൂത തൃണം, മുമ്പ് അനുഭവിച്ച തൃണം, അവിടെ അനുഭൂത ജാതീയത്വമുണ്ടോ? കാരണം അനുഭൂത തൃണത്തിൽ ഏത് ജാതീയമാണ്? തൃണത്വ ജാതീയം. അപ്പം അനുഭൂത ജാതീയമാണെന്ത്? അനുഭൂത തൃണം. അപ്പൊ അവിടെ എന്തിരിക്കും? ജാതി എന്ന് പറഞ്ഞ ജാതി ബാല ജാതിയുക്തം എന്നർത്ഥമാണ്. ജാതി എന്ന് പറഞ്ഞ വ്യക്തി എന്നാ. ഘടത്വ ജാതി ആരായിരിക്കും? ഘടത്വ ജാതീയം ഘടം. ठीक അനുഭൂത ജാതീയം, അനുഭൂത ജാതി വിശിഷ്ടം എന്ന് പറഞ്ഞാൽ തൃണത്തിലെ അനുഭൂത ജാതി ഏതാ? തൃണത്വം. അപ്പോൾ തൃണം എന്തായിരിക്കും? അനുഭൂത ജാതീയമാവും. അവിടെ എന്തിരിക്കും? അനുഭൂത ജാതീയത്വം എന്ന് പറഞ്ഞാല് അനുഭൂത തൃണത്തിൽ എന്തിരിക്കുന്നുണ്ട്? അനുഭൂത ജാതീയത്വം. ആ അനുഭൂത തൃണത്തിൽ ഇഷ്ട സാധനത്വം ഉണ്ടോ? ഉണ്ട്. അപ്പൊ എത്ര അനുഭൂത ജാതീയത്വം, എത്ര ഇഷ്ട സാധനത്വം എന്ന് വ്യാപ്തി കിട്ടിയില്ലേ? ഇനിയിപ്പോൾ ഇതം തൃണം, ഈ കണ്ട തൃണം, അവിടെ അനുഭൂത ജാതീയത്വം ഉണ്ടോ? ഉണ്ട് അല്ലേ?
എത്ര എത്ര അനുഭൂത ജാതീയത്വം തത്ര തത്ര ഇഷ്ടസാധനത്വം എന്ന് അനുഭൂത തൃണത്തിൽ കിട്ടുന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഹേതുവും സാധ്യവും സിദ്ധിച്ചാൽ വ്യാപ്തി സിദ്ധിക്കപ്പെടുമോ? ദണ്ഡത്തില് അനുഭൂത ജാതീയത്വം ഉണ്ടോ? ദണ്ഡത്തില് അനുഭൂത ജാതീയത്വം ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അനുഭൂതമായിരിക്കുന്ന ജാതിയായിരുന്നു ദണ്ഡത്വം, ജാതീയമാണ് ദണ്ഡം. അപ്പം അനുഭൂത ജാതീയത്വം ദണ്ഡത്തിലും ഇല്ലേ? ഉണ്ട്. അവിടെ ഇഷ്ടസാധനത്വം ഉണ്ടോ? തല്ലാനെടുത്ത വടി ഇഷ്ടസാധനമാകുമോ? ഇല്ലല്ലോ. ഞാൻ നന്നായിക്കോട്ടെ രണ്ട് തല്ലി തല്ലിയിരിക്കുന്ന ആരും പറയത്തില്ലല്ലോ. അപ്പൊ ഈ സംഭവം ചെറിയൊരു ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് തന്നെ അനുകൂലത്തിന് അനുഭൂത ജാതീയത്വം എന്ന് വേണ്ടതാണിത്. ഇത് ഷോർട്ടായി കളഞ്ഞാണിത്. ഇല്ലാതെ എത്ര എത്ര അനുഭൂത ജാതീയത്വം അത്ര അത്ര ഇഷ്ടസാധനത്വം കിട്ടത്തില്ല. കാരണം അനുഭൂത ജാതീയത്വം ദണ്ഡത്തിലുണ്ട്, അവിടെ ഇഷ്ടസാധനത്തിലല്ലോ. എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുമാനം നടത്തുന്ന സമയത്ത് തിരിച്ച് നൈയായികനെ തല്ലിയാൽ ഒരു കുഴപ്പമില്ല, നൈയായികൻ അടുത്ത വിശേഷണം വെച്ച് വരും. നൈയായികൻ അറിയായിട്ടൊന്നുമല്ല ഇവിടെ പ്രശ്നം പരിവട്ടമുണ്ട് എന്ന്, പക്ഷെ അത് അത്രയും വെച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വെച്ചോളൂ. അയ്യോ വിശേഷണം വെച്ച് എന്നെ തോൽപ്പിച്ചു എന്നൊന്നും ഒരിക്കലും നൈയായികൻ വിചാരിക്കത്തില്ല. അതിന്റെ ഗെയിം നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പൊ എന്ത് പറ്റി? എവിടെയാണ് അനുഭൂത ജാതീയത്വം ഉള്ളത് അവിടെ ഇഷ്ടസാധനത്വം എന്ന് വ്യാപ്തി ഉള്ളത് കൊണ്ട് ഈ തൃണത്തിലും അനുഭൂത ജാതീയത്വം ഉള്ളത് കൊണ്ട് ഇഷ്ടസാധനത്വം ഉണ്ട്. ഇഷ്ടസാധനത്വം ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? വ്യവഹാരം നടക്കും. ആ തൃണം പിടിച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. അധുന ഏതോ പക്ഷധർമ്മതാമാഹ. ഇവിടുത്തെ പക്ഷം ഏതാണ്? ഈ അനുമാന സ്ഥലത്ത് അയം ദണ്ഡോ അധിഷ്ഠ സാധനം ദണ്ഡത്വാത്. ഇവിടുത്തെ പക്ഷം എന്താ? അയം ദണ്ഡ. അപ്പോൾ ഈ പക്ഷത്തില് ഹേതു ഇരുന്നാൽ ഹേതു പക്ഷത്തിന്റെ ധർമ്മമായി. പക്ഷത്തിലിരിക്കുന്ന എല്ലാം പക്ഷധർമാവത്തില്ല. ടീക്ക്. വ്യാപ്തി വിശിഷ്ടമായിരിക്കുന്നേ, വ്യാപ്യമായിരിക്കുന്നേ ഹേതു പക്ഷത്തിലിരിക്കുമ്പോഴേ പക്ഷധർമാവത്തുള്ളൂ. വ്യാപ്യസ്ഥ പർവ്വതാദി വൃത്തിത്വം പക്ഷധർമ്മത എന്ന് പറയും. വ്യാപ്യവസ്തു പക്ഷത്തിലിരിക്കുമ്പോഴേ പക്ഷധർമാവത്തുള്ളൂ. അങ്ങനെയുണ്ട്. അല്ലാതെ പർവ്വത വനിമാൻ ധൂമാൻ എന്നുള്ള സ്ഥലത്ത് പർവ്വതമായിരിക്കുന്ന പക്ഷത്തിലിരിക്കുന്ന കല്ലും മുള്ളൊന്നും പക്ഷധർമാവത്തില്ല. പക്ഷധർമ്മം എന്താണ്? അവിടെ ധൂമയമേയാവത്തുള്ളൂ. പക്ഷധർമ്മത എവിടെ ഇരിക്കും? പർവ്വതത്തിൽ ധൂമരുന്നു. പക്ഷധർമ്മത ധൂമത്തിലാണോ പർവ്വതത്തിലാണോ എന്ന് പറയാൻ ആരെങ്കിലും? ധൂമത്തിലേ ഇരിക്കത്തുള്ളൂ. പക്ഷധർമ്മം എവിടെ ഇരിക്കും? പക്ഷധർമ്മം പക്ഷത്തിലിരിക്കും. പക്ഷധർമ്മത ധൂമത്തിലിരിക്കും. പക്ഷധർമ്മ ആരായിരിക്കും? പക്ഷത്തിലിരിക്കുന്ന എല്ലാം പക്ഷധർമ്മം ആവൂല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വ്യാപ്യസ്യ പർവ്വതാധിഷ്ഠിതമാണ് പക്ഷധർമ്മത. അപ്പം പക്ഷധർമ്മത ഇരുന്നാലും പക്ഷധർമ്മമാവും. അപ്പം പക്ഷധർമ്മ ആരായിരിക്കും? ധൂമയാവത്തുള്ളൂ. ദൃഷ്ടാന്ത സ്ഥലത്തെ ഏത് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കൂടുതൽ ക്ലാസ് എടുത്ത് പോയിട്ട് കുട്ടികൾ ദുഃഖിക്കണ്ട, ന്യായം കേട്ടോട്ടെ വിചാരിച്ചിട്ടാ. അതിന് ഏതോ പക്ഷധർമ്മതമാ. ഇനിയിപ്പോൾ അതിനെന്നാൽ ഇപ്പോൾ ഏതു പക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് പറയാണ് ഭാഷ്യം കാണും. ഏവം പുരുഷ അപി വ്യുത്പന്ന ചിത്താഹ ക്രൂരദൃഷ്ടിൻ ആക്രോശത ഖഡ്ഗ ഉദ്യതകരാൻ ബലവതഃ ഉപലഭ്യ തതോ നിവർത്തന്തേ തത് വിപരീതാൻ പ്രതി പ്രവർത്തന്തേ. ഏവ ഇപ്രകാരം പുരുഷ അപി നമ്മുടെ ദൃഷ്ടാന്തമായിരുന്നു എന്ത്? പശുവാദിവി. നിങ്ങള് ടീക്കയിലെ താഴെ 5-ാം പങ്ക്തി പിടി. വിവേകിനോ അധ്യാസമന്ത വ്യവഹാരവത്വാദ് പശുവാദിവിത്. ഈ ദൃഷ്ടാന്ത ഈ അനുമാനത്തിലെ പക്ഷമാണ് ആര്? വിവേകികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ എന്നല്ല, സാമാന്യ ബോധമുള്ളവർ പോലും എന്നേ അർത്ഥമുള്ളത്. അന്നപ്പോഴാണ് ഇതിനെ പക്ഷമാക്കിയിട്ട് ബാക്കി കാര്യം ഭാഷ്യത്തിൽ പറയുന്നത്. ഏവം പുരുഷ അഭി വ്യുത്പന്ന ചിത്താഹ. വിവേകികളായിരിക്കുന്ന പുരുഷന്മാര് പോലും ക്രൂരദൃഷ്ടീൻ, ദ്വിതീയ ബഹുവചനമാണ്, ആക്രോശത ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ദൃഷ്ടിയോടുകൂടിയിരിക്കുന്നേ, ഖഡ്ഗ ഉദ്യതകരാൻ വാളും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നേ, ബലവാൻ ബലവന്തോ ബലവന്ത ബലവന്തം ബലവന്തോ ബലവത. ദ്വിതീയ ബഹുവചനാണ്. ബലവത ഉപലഭ്യ. ബലവാന്മാരെ കണ്ടിട്ട് തതോ നിവർത്തന്തി. അവിടുന്ന് സ്ക്യൂട്ടാവും, അവിടുന്ന് ഒഴിവാകും. എന്തിനു വെറുതെ തല്ലുപോയി വാങ്ങിക്കണം? ടീക്കേ. തത് വിപരീതാൻ പ്രതി പ്രവർത്തന്തേ. ഇങ്ങനെയൊന്നും അല്ല. ടീക്കേ. സ്മിതാസ്യന്മാരാണെങ്കിൽ തിരിച്ച മുഖത്തോടുകൂടി നല്ല വാക്കും പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പ്രവർത്തിക്കും. ആര് പോലും? വിവേകികൾ പോലും. അപ്പോൾ ഹേതു എന്തായിരുന്നു? നിങ്ങളുടെ വ്യാപാരമാണ് അല്ലേ? വ്യവഹാരവത്വ. വ്യവഹാരം എവിടെ ഇരുന്നു? ഇപ്പോൾ പുരുഷനിലിരുന്നു. ഇത് ഹേതുവല്ലേ? പശുവിലും ഹേതു വ്യവഹാരം ഇരുന്നില്ലേ? ആ ഹേതു ഇരുന്നത് കൊണ്ട് നിങ്ങൾ പശുവിൽ എന്താ സിദ്ധിച്ചത്? അധ്യാസം സിദ്ധിച്ചു. എത്ര എത്ര വ്യവഹാരം, എത്ര അധ്യാസം. ഇതേപോലെ പുരുഷനിലും വ്യവഹാരം കാണുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് സിദ്ധിക്കും? അധ്യാസം സിദ്ധിക്കണം എന്നർത്ഥം. ഇനി ടീക്ക നോക്ക്. വ്യുത്പന്ന ചിത്താഹ അർത്ഥം പറയാണ്. വ്യുത്പന്ന ചിത്ത അതീത്യന്വയ. സോറി, വ്യുത്പന്ന ചിത്താന്മാരായാലും പുരുഷ അഭി വ്യുത്പന്ന ചിത്താഹ എന്നുള്ളതിനെ തലതിരിച്ചിട്ട് അങ്ങോട്ട് എണ്ണയിച്ചാൽ മതി. വ്യുത്പന്ന ചിത്താഹ അഭി പുരുഷാഹ. വിവേകികളാണെങ്കിൽ പോലും പുരുഷന്മാർ. അന്നേരം മനുഷ്യന്മാർക്ക് അർത്ഥമുള്ളൂ. പുരുഷ സ്ത്രീയുടെ അർത്ഥമായിട്ട് എടുക്കത്തില്ല.
ടീക്കയിൽ വിവേകിനോപീത്യർത്ഥ, വിവേകികളായിട്ട് പോലും. ടീക്കേ, വ്യുത്പന്നചിത്ത അപി, വ്യുത്പന്നത്തിന്റെ അർത്ഥമാണ് ശരിക്കും വിവേകികൾ. അപ്പൊ അപി കൂടി ചേർത്ത് വിവേകിനോ അപി എന്നേ അർത്ഥമുള്ളൂ. ഫലിതമാഹ, ഫലിതം എന്ന് പറയുന്ന അർത്ഥം, ഫലിതത്തിന്റെ വേറൊരു പര്യാപദം പറഞ്ഞ്. സമ്പന്നാർത്ഥം. സമ്പന്നതേ ഉള്ളൂ, അല്ലാതെ നർമ്മം എന്ന അർത്ഥമില്ല ഇതിന്. ഫലിതാർത്ഥം സമ്പന്നാർത്ഥം. സമ്പന്നാർത്ഥം എന്താണ് എന്ന് ഭാഷ്യം കാണ്. അതഹ സമാനഹ പശുവാദിഭി പുരുഷാണാം പ്രമാണ പ്രമേയ വ്യവഹാരഃ. അതുകൊണ്ട് എന്ന് പറഞ്ഞാല് പശുവാദികളെ പോലെ തന്നെ പുരുഷന്മാരും എന്ത് ചെയ്യുന്നുകൊണ്ട് വ്യവഹരിക്കുന്നത് കൊണ്ട് അത് അധ്യാസ മൂലമാണെന്നുള്ളതിനാൽ പശുവാദികളുമായിട്ട് പുരുഷന്മാരുടെ പ്രമാണ പ്രമേയ വ്യവഹാരം സമാനമാണ്. ടീക്ക നമുക്ക് എന്താണ് ഈ പറഞ്ഞത്? അനുഭവ ബലാത്, അതഹിക്കർത്ഥാട്ടോ, അനുഭവ ബലം കൊണ്ട്. സമാനഹ എന്ന് പറഞ്ഞില്ല, അതഹ സമാനഹ. സമാനം എന്ന് പറഞ്ഞാല് അധ്യാസ കാര്യത്വന് തുല്യ എന്നർത്ഥം. പശുവാദികളായിട്ട് പുരുഷന് അധ്യാസ കാര്യമായിരിക്കുന്ന വ്യവഹാരം തുല്യമാകുന്നു എന്നാ പറഞ്ഞത്. ഭാഷ്യത്തില് പ്രമാണപ്രമേയ വ്യവഹാര തുല്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? പ്രമാണപ്രമേയ വ്യവഹാരം പശുവാദികളെ പോലെ തന്നെ അധ്യാസ കാര്യമാണ് എന്നുള്ള കാര്യം തുല്യമാണ്. ചില കാര്യങ്ങളൊക്കെ വിട്ടിട്ടാ അന്വയിക്കുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാലും അസ്മാകം പ്രവൃത്തി അധ്യാസാദിതി ന പശുവാദയോ ബ്രുവന്തി. പശുക്കൾ പറയുന്നുണ്ടോ ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ അധ്യാസം മൂലമാണ്, കണ്ടില്ലേ നിങ്ങൾ മണ്ടന്മാര്, ഞങ്ങൾ പശുക്കൾ ബുദ്ധിമാന്മാരാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല. നാബി പരേഷാം ഏത് പ്രത്യക്ഷം, മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രത്യക്ഷമാവുന്നുണ്ടോ പശുവൊക്കെ വ്യവഹരിക്കുന്നത് അധ്യാസം കൊണ്ടാണെന്നുള്ളത്? അതുകൊണ്ട് സാധ്യവികലോ ദൃഷ്ടാന്ത, ഇത് ന്യായത്തിനനുസരിച്ചുള്ള ദോഷങ്ങളാണ്. നമ്മൾ അനുമാന പ്രയോഗം നടത്തുന്ന നേരം ഒരു എന്ത് കൊടുക്കണം? ദൃഷ്ടാന്തം കൊടുക്കണം. ദൃഷ്ടാന്തത്തില് ഹേതുവും സാധ്യം സിദ്ധിക്കണം. സാധ്യം സിദ്ധിച്ചില്ലെങ്കിൽ സാധ്യവികലോ ദൃഷ്ടാന്ത, ഹേതു സിദ്ധിച്ചില്ലെങ്കിൽ ഹേതു വികലോ ദൃഷ്ടാന്ത. ഇവിടെ ഇപ്പോൾ സാധ്യത്തിന്റെ വൈകല്യം എവിടെ പറയാ? ദൃഷ്ടാന്തത്തിൽ പറയാണ്. സാധ്യവികലോ ദൃഷ്ടാന്ത ഇതി, അതഹ സാധ്യവികലോ ദൃഷ്ടാന്ത ഇതി. അതുകൊണ്ട് ഇത് ഇത്രയും ഭാഗം പൂർവപക്ഷിയുടെ പ്രസംഗ ഇതി വരെ. അപ്പോൾ സിദ്ധാന്തി പറയാണ് നേത്യാഹ, അങ്ങനെയൊന്നല്ല. സാധ്യം എവിടെയുണ്ട്? പശുവിലും കാണിച്ചു തരാം. സാധ്യം എന്താ? അധ്യാസം, അല്ലെ അധ്യാസ 10 എന്ന് പറഞ്ഞു. ഇനി ഭാഷ നോക്കിയേ, 23-ാം പേജ്. 23-ാം പേജിലെ ഭാഷത്തിൽ 1-ാം പങ്ക്തി കണ്ടോ? പശുവാദീനാഞ്ച പ്രസിദ്ധോ അവിവേക പുരസരഹ പ്രത്യക്ഷാദി വ്യവഹാര. പശുവാദികളിലും പ്രസിദ്ധം തന്നെയാണ് അവിവേകം മൂലമാണ് പ്രത്യക്ഷാദി വ്യവഹാരം നടക്കുന്നത്. വിവേകമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അധ്യാസം സംഭവിക്കും. അപ്പൊ അധ്യാസത്തിന്റെ മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പാ വെച്ചത് അവിവേകം, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പ്രത്യക്ഷാദി വ്യവഹാരം നടക്കുന്നതെങ്കിൽ പ്രത്യക്ഷാദി വ്യവഹാരത്തിന്റെയും ഈ തിരിച്ചറിവിന്റെ ഇടയിൽ ആരുണ്ട്? അധ്യാസമുണ്ട്. തിരിച്ചറിവില്ല എന്നുള്ളത് കൊണ്ട് അധ്യാസം കൊണ്ട് വ്യവഹാരം മനസ്സിലായിക്കൊള്ളുക. ടീക്ക നോക്കിയേ. തേഷാം അനാത്മനോർ ജ്ഞാനമാത്രമസ്തി ന വിവേക. അവർക്ക് ആത്മാന്ന് പറയാ സോ, അനാത്മാന്ന് പറയാല് പരൻ, തന്നിൽ ഭിന്നം എന്നർത്ഥം. ഈ വ്യവഹാരം മാത്രമേ ഉള്ളൂ. അത് തന്റെ മക്കളാണെങ്കിലും വേണ്ടിയില്ല, പട്ടിപൂച്ച മനുഷ്യന്മാരെടുത്താണെങ്കിലും വേണ്ടിയില്ല. സ്വപര ഭേദമല്ലാതെ പശുവിന് വേറൊരു ബോധവുമില്ല. എന്തുകൊണ്ടാ? ഉപദേശഭാവാത്, ആരും ഉപദേശം കൊടുത്തിട്ടില്ല. അതഹ സാമഗ്രി സത്വാദ് അധ്യാസസ്തേഷാം പ്രസിദ്ധ ഇത്യർത്ഥ. ആയതിനാൽ സാമഗ്രി ഉള്ളത് കൊണ്ട്, സാമഗ്രി എന്താ? അവിവേകം. മനസ്സിലായി? വിവേക അഭാവം ഉള്ളതിനാൽ സാമഗ്രി എന്ന് പറഞ്ഞാല് കാരണകലാപം എന്നർത്ഥം. സകല കാരണങ്ങളെ കൂട്ടിച്ചേർത്താണ് കാരണകലാപം സാമഗ്രി എന്ന് പറയാം. അതുകൊണ്ട് തേഷാം പ്രസിദ്ധ ഹക്കിം അധ്യാസഹ, അധ്യാസം അവർക്ക് പ്രസിദ്ധമാകുന്നു. ഇനി നിഗമനം പറയാണ്. നിഗമയതി, ടീക്കയിലാണ്. നിഗമനം എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് സിദ്ധിച്ച് അവസാനിപ്പിക്കുകയാണ്. ഭാഷ്യമാണ് തത് സാമാന്യ ദർശനാത് വ്യുത്പത്തി മതാമവി പുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാര തത്കാല സമാന ഇതി നിശ്ചയതേ. തത് സാമാന്യ ദർശനാത്, അതായത് വ്യവഹാരം എന്നുള്ള സമാനത ഇവിടെ കാണുന്നതിനാല് നമ്മൾക്ക് എന്ത് സിദ്ധിക്കാം? തത് സാമാന്യ ദർശനാത്. ഇതിന്റെ ഒന്ന് ടീക്ക നോക്കിയിട്ട് ഇതിനെ ഒന്ന് അന്വയിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മോനാരായണ